കണ്ണൂരിലെ CPM നേതൃത്വം സംസ്ഥാന നേതൃത്വം രണ്ട് തട്ടിലാണ്. കാരണം ഒരുപറ്റം CPMന്റെ ക്രിമിനൽ മനോഭാവമുള്ള നേതാക്കന്മാർ CPMൽ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് ഇതിന് പുറകിൽ. CPMൽ വലിയൊരു ആഭ്യന്തര പ്രശ്നമുണ്ട് ഇതിൽ. കാരണം അക്രമം നിർത്താൻ ഒരു വിഭാഗത്തിന് താല്പര്യമുണ്ട്. പക്ഷെ ഒരു വിഭാഗം അക്രമം നിർത്താൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, അക്രമത്തിന് വേണ്ടിയിട്ട് കോപ്പ് കൂട്ടുന്നതിനിടയിൽ ബോംബ് സ്ഫോടനത്തിൽ മരണപ്പെട്ടവരെ, കൊല്ലപ്പെട്ടവർ അവർക്ക് വീരപരിവേഷം നൽകുകയാണ്. അപ്പം അത് സ്വാഭാവികമാണ്. ഇതിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, എന്തിനാണ് തള്ളിപ്പറയുന്നത്? ഒരു സമയത്ത് തള്ളിപ്പറയുകയും പിന്നീട് അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന സംഘടന CPM. ഇത് ഈ സമൂഹത്തിന് ആദ്യമായിട്ട് ബോധ്യപ്പെടുന്ന കാര്യമല്ല. ഈ സുബീഷിനും ഷൈജുവിനും സ്മാരകം പണിയുമ്പോൾ 2015 താങ്കൾ പറഞ്ഞതുപോലെ അന്നത്തെ കോടിയേരി ബാലകൃഷ്ണൻ തള്ളിപ്പറഞ്ഞതും പത്രക്കുറിപ്പുകളും പത്രക്കട്ടിങ്ങുകളും നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പം അതിനെ തള്ളിപ്പറയുക, പിന്നീട് സ്വീകരിക്കുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് സ്മാരകം പണിയുക, അവരോടൊപ്പം പരിക്ക് പറ്റിയവരെ ചികിത്സിപ്പിക്കുക, അവരുടെ കേസ് നടത്തുക, ഇതൊക്കെ ചെയ്യുന്ന CPM ആണ്. എത്രയോ ക്രിമിനലുകളെ ഇന്ന് ജയിലിൽ കിടക്കുന്ന CPMന് വേണ്ടിയിട്ടും CPM പറയുന്ന ഞങ്ങൾ അറിയാതെ ചെയ്തവർ എന്ന് പറയുന്ന ആ സമയത്ത് പറയുന്നവർക്ക് വേണ്ടിയും കേസ് നടത്തുന്ന CPM ആണ്. അപ്പൊ CPM ഇത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ പറയുകയും പിന്നീട് ഇവരെയൊക്കെ ചേർത്ത് പിടിച്ച് ഇവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന CPM ആണ്. ഞങ്ങൾക്ക് ഷൈജുവിനും അതുപോലെ തന്നെ സുബീഷിനും സ്മാരകം പണിയുന്നതിന് ഞങ്ങൾ ഇതിലൊന്നല്ല. എന്ത് പണിക CPM പണിതോട്ടെ. CPMനെ കൊലപാതകം നടത്താനും മറ്റുള്ളവരെ കൊല്ലാൻ പോകുന്നവർക്ക് പാട്ടപ്പിരിവ് നടത്തുന്ന പാർട്ടിയാണ് CPM. മറ്റുള്ളവരെ കൊല്ലാൻ നടക്കുന്ന ആളുകൾക്ക് പാട്ടപ്പിരിവ് നടത്തി അവരെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ് CPM. എത്രയോ കേസുകളിൽ അത് ഉദാഹരണമാണ്. തള്ളിപ്പറഞ്ഞ കുഞ്ഞനന്തൻ മരണം വരെ CPMന്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. ഇതെല്ലാവർക്കും അറിയാം. മാഷ എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് TP വധക്കേസിൽ പതിക്കാൻ പോയവർ എന്തിനു വേണ്ടിയാണ്? അപ്പോസ് പറഞ്ഞെന്താ? ഇത് തീവ്രവാദികളാണ്, ഇത് അവർ തമ്മിലുള്ള എന്താ അഭിപ്രായ വ്യത്യാസമാണ്. TP ഏതോ ഒരു ബിസിനസ്സുകാരനുമായിട്ടുള്ള ഒരു പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ കൊലപാതകം നടന്നത്. എന്തൊക്കെയായിരുന്നു CPM വിശേഷണം നടത്തിയത്? പക്ഷെ പിന്നീട് ഇവർക്കൊക്കെ എല്ലാ സഹായവും നൽകുന്നതും ഇവരെ തള്ളിപ്പറഞ്ഞവരെ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന CPM. ഇത് ആദ്യത്തെ സംഭവം ഒന്നുമല്ല. പക്ഷെ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, CPM എന്തിനാണ് പൊതുസമൂഹത്തിന്റെ മുന്നിൽ താൽക്കാലികമായി തള്ളിപ്പറയുന്നത്? ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് സമയത്തമാണല്ലോ, ഏപ്രിൽ മാസം എല്ലാവരും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി ഏർപ്പെട്ട സമയത്താണ് ചെറുവാഞ്ചേരിയിലെ അവിടെ ഒരു കൈവേലിക്കൽ റൂട്ടില് ബോംബ് സ്ഫോടനം ഉണ്ടായത്. ആ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് ഇതുമായി ബന്ധമില്ല, ഞങ്ങൾ ബോംബ് നിർമ്മിക്കാൻ ആരെയും അയച്ചിട്ടില്ല, കർശന നടപടി സ്വീകരിക്കും എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഇപ്പം അവർക്ക് വേണ്ടുന്ന അവർക്ക് ഹോസ്പിറ്റലിൽ കഴിയുന്ന അവരുടെ ചികിത്സ ആരാണ് നടത്തുന്നത്? ആ സമയത്ത് തള്ളി പറഞ്ഞു. ഇപ്പോൾ അവർക്കും ഭാവിയിൽ സ്മാരക പണിയില്ല എന്ന് CPMന് പറയാൻ സാധിക്കുമോ? അവർക്ക് സ്മാരകം പണിയും, അതുപോലെ ഷെറിനും സ്മാരകം പണിയും, അവരുടെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് CPM ആണ്. അപ്പൊ CPM ഇതൊക്കെ കാലാകാലങ്ങൾ പറയുന്നത്. CPMന് ഒരു വിശ്വാസ്യതയുമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ CPM നേതാക്കൾ പറയുമ്പോൾ വിശ്വാസ്യത ഉണ്ടായിരുന്നു. പക്ഷെ ആ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. എന്തൊക്കെയായിരുന്നു? ഈ പറയുന്ന ഗോവിന്ദൻ 22-ാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാ കൊല്ലപ്പെട്ടത്? ബോംബ് നിർമ്മിക്കുമ്പോൾ. ആരെ കൊല്ലാനാണ്? ഈ സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി, എതിരാളികളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി നിർമ്മിച്ച ബോംബാണ്. അത് പൊട്ടിയപ്പോ, ഈ ആളൊഴിഞ്ഞ പറമ്പിൽ കുന്നിൻ മുകളിൽ നിന്ന് പൊട്ടിയപ്പോൾ 4 ആൾക്ക് പരിക്ക് പറ്റിയപ്പോ പാർട്ടി പറഞ്ഞു ഞങ്ങൾക്ക് ബന്ധമില്ല. ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ഇപ്പോ അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, തള്ളിപ്പറയുന്നത് കള്ളത്തരമാണ്. താൽക്കാലികമായി CPM രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ പിന്നീട് പൊതുസമൂഹത്തിന് മുമ്പിൽ CPM ഇളഭ്യനാവുകയാണ്. CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു വിലയുമില്ല, വാക്കിന് വിലയില്ലാത്ത, ഒരു ധാർമ്മികതയുമില്ലാത്ത സംസ്ഥാന സെക്രട്ടറിമാരാണ് CPMനുള്ളത്. CPM പറയുന്നത് ഇപ്പൊ പൊതുസമൂഹത്തിന് പുച്ഛമായി മാറിയിരിക്കുക. കാരണം ഇവർ പറയുന്നത് ഒരു വിശ്വാസയോഗ്യമല്ല. ഒരു വിശ്വാസവും CPMന്റെ നേതാക്കന്മാർ പറയുന്നതിൽ പൊതുസമൂഹം അത് കൽപ്പിക്കുന്നില്ല, അത് വിശ്വസിക്കുന്നില്ല. അതാണ് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, CPM എത്രയോ കോടികൾ ഉണ്ടാവാം, പിരിച്ചെടുക്കുന്നുണ്ടാവാം, പാട്ടപ്പിരിമടത്തുണ്ടാവാം. പക്ഷെ ഈ സമൂഹത്തിൽ ഒരു അസ്ഥിരത ഉണ്ടാക്കാൻ CPMന് ഒരു വിഭാഗം ശ്രമിക്കുകയാണ്. എത്രയോ കാലങ്ങളായി സമാധാനം നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ കണ്ണൂർ ജില്ല. നമുക്കറിയാം ഒരു കാലത്ത് എങ്ങനെയായിരുന്നു കണ്ണൂർ ജില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള സമാധാന അന്തരീക്ഷം നിൽക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോയിട്ട് ബോംബ് നിർമ്മിച്ചിട്ടുള്ളത്. ആരെ കൊല്ലാനാണ്?
ആരെ കൊല്ലാനാണ് CPM വ്യക്തമായോ? CPM എന്നാ തള്ളി പറഞ്ഞു. പക്ഷെ അവരുടെ എല്ലാ ചികിത്സയും നടത്തുന്നത് CPM ആണ്. അതെല്ലാവർക്കും അറിയാം. പകൽ പോലെ വെളിച്ചമാ. അത് കണ്ണൂർക്കാർ വിശ്വസിക്കില്ല. ഇനി എനിക്ക് കേരളത്തിലെ മറ്റു ജില്ലകളിലെ എങ്ങനെയാണ് ഇത് വിശ്വസിക്കുന്നത് എനിക്കറിയാൻ പറ്റില്ല. പക്ഷെ കണ്ണൂർക്കാരിൽ ഒരിക്കലും CPM നേതൃത്വത്തെയോ നേതാക്കന്മാരുടെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കില്ല.